ഭരതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അതും ഒരു പറയുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഭരതേട്ടൻ വന്ന ചെന്നൈയിൽ വെച്ച് ഞാനൊരു ഫിലിം ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എന്നെ കാണാൻ വന്നിരുന്നു. ഒരു പുതിയ പടം തുടങ്ങുകയാണ്, അതിൽ ജലജയ്ക്ക് പറ്റിയൊരു റോളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡേറ്റ്സ് പറഞ്ഞപ്പോഴത്തേക്കും ഒരു എന്ന് വെച്ചാൽ ഞാൻ വേറൊരു കമ്മിറ്റ് ചെയ്തൊരു പടമായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്താ വെച്ചാൽ ഭരതേട്ടൻ്റെ പടത്തിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ക്യാരക്ടറും ആയിരുന്നു. വലിയ വിഷമമായി. ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ ഇങ്ങനെ ഡേറ്റ്സ് ഒരു പ്രശ്നമാണ്, നമ്മൾ കൊടുത്തൊരു ഡേറ്റ്സ് അല്ലേ, അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മാറ്റാനും വഴിയില്ല. അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഭരതേട്ടനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പടത്തിൻ്റെ പേര് മർമ്മരം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വീണ്ടും ചെന്നൈ വെച്ച് തന്നെ ചേട്ടനെ കാണാൻ പറ്റിയായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചോദിക്കുന്നതെന്ന് ചേട്ടൻ മർമ്മരങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ മർമ്മരങ്ങൾ എന്നായിരുന്നു. അപ്പോൾ പറഞ്ഞ മർമ്മരങ്ങളല്ല മർമ്മരം, അതെങ്ങനെ കഴിയാനാണ്? അത് ചോദിച്ചു എന്ത് പറ്റി? അപ്പോഴാണ് പറഞ്ഞത് ഇല്ല അത് ജലജയ്ക്കുള്ള റോളല്ലേ, അപ്പോൾ അത് ജലജയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഷൂട്ടിംഗ് തുടങ്ങിയില്ലേ? അല്ല അതിൽ വിചാരിച്ചിരുന്ന നായികയൊക്കെ വന്ന് അവർ ഷൂട്ടിംഗ് തുടങ്ങി, പക്ഷേ അവർക്ക് സുഖമില്ലാതായതുകൊണ്ട് അത് പാക്കപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പം ഡേറ്റ്സ് എല്ലാം മാറി അങ്ങോട്ടേക്ക്. അപ്പം അടുത്ത ഡേറ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരി. അപ്പം നോക്കുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ എക്സാംസ് നടക്കുകയാണ്, BA ഫൈനൽസിൻ്റെ എക്സാംസ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ചേട്ടാ എക്സാംസിൻ്റെ ടൈമാണല്ലോ. അപ്പോഴാണ് പറഞ്ഞ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജലജയ്ക്ക് വന്നിരിക്കുന്നതാണ്, എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം ആ സമയത്തൊക്കെ നമുക്ക് ഏപ്രിൽ മെയിൽ എക്സാം എഴുതാം, അല്ലെങ്കിൽ നമുക്കൊരു സെപ്റ്റംബറിൽ എഴുതാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ശരി എന്തായാലും ഞാൻ പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആയിട്ടാണ് എഴുതുന്നത്, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്, അന്നേരം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എൻ്റെ പരീക്ഷ സെപ്റ്റംബറിലേക്ക് ആക്കുകയും ചെയ്തു. ഈ വർക്കിന് ഞാൻ ഏപ്രിൽ മെയിലാണ് അതിൻ്റെ ഷൂട്ടിംഗ്, മാട്ടുപ്പെട്ടിയിൽ വെച്ചാണ്. അവിടെ വെച്ചിട്ട് ഈ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പം വളരെ എന്താണ് ഭരതേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വിഷ്വൽസ്, അങ്ങേര് വന്ന നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലേ. അപ്പോൾ ആ വിഷ്വൽസ് എങ്ങനെയാണ് അദ്ദേഹം ഓരോ സീൻ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. അപ്പം ഓരോ സീനും അത്ര മനോഹരമായിട്ടുള്ളൊരു എങ്ങനെയാണ് അത് കാണേണ്ടതെന്നുള്ളത് പുള്ളിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ചില സമയത്ത് നമുക്ക് വരച്ചിട്ടുള്ള ഇല്ലസ്ട്രേഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടാണ് ഓരോ സീൻസും നമ്മൾക്ക് വിശദീകരിച്ച് തരുന്നത്. പിന്നെ ഞാൻ ചെയ്ത ഭരതേട്ടൻ്റെ പടം എന്ന് പറയുന്നത് ഒഴിവ് കാലം, അതിലൊരു ചെറിയ വേഷമുള്ളെങ്കിലും പക്ഷേ അങ്ങനെയുള്ളൊരു പടത്തിലും കൂടെ ചെയ്യാൻ കഴിഞ്ഞു.